അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ശ്യാമള ലോട്ടസ് എന്ന എൻ്റെ ചെറിയ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ വൈറ്റ് പിയോണി എന്നിട്ടുള്ള താമരയാണ്, നല്ല വെള്ള സുന്ദരി. അപ്പം ഇങ്ങനെ താമര ഞാനിപ്പോൾ നമ്മളുടെ വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ മുകളിലേക്ക് വാർക്കട മുകളിലാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഓരോ ചട്ടിയായിട്ട് നട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ലീഫൊക്കെ വന്നോടേണ്ടുള്ളൂ. പിന്നെ 1-2 വെറൈറ്റി പുതിയത് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കായ വൈറ്റ് സുന്ദരിനെ കാണിച്ചു തരാം. ഇവിടെ പിന്നെ കാക്കയൊക്കെ വന്ന് ഈ ട്യൂബറിനൊക്കെ കുത്തിരിക്കണ ചില പരിപാടി ഉണ്ട്. അപ്പോൾ അത് കാരണം ഈ വടിയൊക്കെ വെച്ചേക്കണത്. അല്ലാണ്ടെങ്കിൽ കിഴങ്ങൊക്കെ കുത്തിപ്പറിച്ച് താഴ്ത്തിടും. ഇതാണ് നമ്മളെ സുന്ദരി വൈറ്റ് പിയോണി. എനിക്ക് വാങ്ങിച്ചിട്ട് ഒരുപാട് ബഡും പൂതിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഇഷ്ടക്കൂടുതലും ഉള്ളത് ഈ വൈറ്റ് പിയോണിയോട് തന്നെയാണ്. വെച്ചാൽ നമ്മളെ നിരാശപ്പെടുത്തില്ല, എപ്പോഴെപ്പോഴും പൂ തന്നുകൊണ്ടിരിക്കും. ട്യൂബർ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതതിൻ്റെ ബഡ് ഇപ്പോൾ വന്നേക്കാണ്. ഇതിൽ തന്നെ ഒരു 3-5 ബഡ് ഇപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ട് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ഞാനിടുന്ന കുറച്ച് താമരയുടെ ട്യൂബറൊക്കെ വാങ്ങിച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ വളരെ ഉപകാരം. ഇതിപ്പോൾ രണ്ടാമത്തെ പോട്ടിലുള്ള വൈറ്റ് പിയോണിയുടെ ബഡാണ്. ഇത് ഞാനൊന്ന് വിരിയിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വിരിയിച്ച് പകുതി ആയിട്ടുണ്ട്. ഇനി അത് മൊത്തം ഒന്ന് വിരിയിച്ചിട്ട് ഒന്നുകൂടിയും കാണിച്ചു തരാം. ഈ പ്ലാന്റ് വാങ്ങിച്ച് എവിടെ കണ്ടാൽ എവിടെ താമരയുടെ സെയിലുണ്ടെങ്കിലും ഒരു പ്ലാന്റേലും വൈറ്റ് പിയോണിൻ്റെ വാങ്ങിച്ചില്ലെങ്കിൽ നഷ്ടമുണ്ട് നമുക്ക്. എന്ന് വെച്ചാൽ അത്രയും പൂ തരുന്ന ഒരു താമരയാണ്, ഒരു മടിയില്ലാണ്ട്. ഒട്ടും വളം ഒന്നും കൊടുത്തില്ലെങ്കിലും നമുക്ക് താമര ഇഷ്ടംമാതിരി കിട്ടണ ഒരു ഏനോണി വൈറ്റ് പിയോണി. കണ്ട വിരിയിച്ചപ്പോൾ അതിൻ്റെ ഭംഗി നോക്കി. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ്.